ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു അടിപൊളി മാംഗോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മാംഗോയുടെ ക്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാംഗോയുടെ ക്രഷ് ഇല്ലെങ്കിൽ ഫ്രഷ് മാംഗോ കട്ട് ചെയ്തിട്ട് ഞാൻ ഈ ക്രഷ് ഉപയോഗിക്കുന്ന ഭാഗങ്ങളിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന വാനില സ്പഞ്ച് കേക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിൽ വേണമെങ്കിൽ വാനില എസൻസ് പകരമായിട്ട് നിങ്ങൾക്ക് മാംഗോ എസൻസ് ഉപയോഗിക്കാം. ഞാൻ വാനില എസൻസ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓരോ ഫ്ലേവർ കേക്കിനനുസരിച്ച് നമ്മൾ ഓരോ ഫ്ലേവർ എസൻസ് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എല്ലാ കേക്കിലും വാനില എസൻസ് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ കേക്ക് നമുക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്യാം. ഇനി അടുത്തായിട്ട് കേക്ക് ബോർഡിന് മുകളിൽ കുറച്ച് ക്രീം തേച്ച് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഷുഗർ സിറപ്പ് ഞാൻ 1 കപ്പ് പഞ്ചസാരയ്ക്ക് 3/4 കപ്പ് വെള്ളം എന്ന തോതിലാണ് ഉണ്ടാക്കാറ്. ഇനി അത്യാവശ്യം നല്ല തിക്കിൽ ക്രീം തേച്ച് കൊടുക്കുക. ഇനി ഞാനിവിടെ ഹാപ്പിയുടെ മാംഗോ ഫ്രൂട്ട് ക്രഷാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 2 ടേബിൾ സ്പൂൺ ഏകദേശം ഇട്ടിട്ട് എല്ലായിടത്തേക്കും സ്പാച്ചുല വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. അതും ഇതുപോലെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ക്രീം തേച്ച് കൊടുക്കുക. അതേപോലെ ക്രഷും ഇട്ടിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ ക്രഷ് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഈ ക്രീമിന് മുകളിൽ നിങ്ങൾക്ക് ഫ്രഷ് മാംഗോ കട്ട് ചെയ്തിട്ട് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ കേക്കിൻ്റെ അടിവശമാണ് ഏറ്റവും മുകളിലായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്രീം തേക്കുന്ന സമയത്ത് ക്രീമിൽ കേക്കിൻ്റെ ക്രംസ് ഒന്നും പെടാതെ ഈസി ആയിട്ട് ക്രീം തേച്ച് കൊടുക്കാൻ പറ്റും. വൃത്തിയായി കിട്ടും. ഇനി ഈ ഒരു കോംബോ വെച്ചിട്ട് കേക്കിൻ്റെ സൈഡ് ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കേക്ക് നമ്മൾ ക്രീം തേച്ച് കൊടുത്തത് വൃത്തിയായി കിട്ടിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇല്ലെങ്കിലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു ഭംഗിയാണ് കേക്കിന്. ഇനി ഇത് ഷെൽ നോസിലാണ്. ഇത് വെച്ചിട്ട് സൈഡ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് കേക്കിന് മുകളിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൽ അല്പം യെല്ലോ കളറും 1 ഡ്രോപ്പ് ഓറഞ്ച് കളറുമാണ് ഞാൻ ചേർത്തെടുത്തത്. അപ്പോൾ ഈ ഒരു കളർ എനിക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ മാംഗോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വാനില കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഇതിൻ്റെ മുമ്പ് കുറേ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ ആഡ് ചെയ്യാഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്